എടാ തെറ്റ് ചെയ്യാൻ നിനക്ക് അവസരം കിട്ടി. കൂടെ പഠിക്കുന്ന കൂട്ടുകാര് കള്ള് തന്നിട്ട് പറയുന്ന കുടിക്കാര്, കഞ്ചാവ് തന്നിട്ട് പറയുന്ന വലിക്കാര്, നീയാണാണോടാ നീയാണാണോടാ നിനക്ക് നട്ടല്ലില്ലേടാ എടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാര് പടച്ചവനെ കള്ളുകുപ്പിയും ബിയറുകുപ്പിയും നിന്റെ കയ്യിലെടുത്തിട്ട് ഒരു മുടക്കൊന്ന് കുടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നവർ മുഴുവനും നിന്നെ നിർബന്ധിക്കുകയാണ്. അവര് കളിയാക്കുകയാണ്, അവര് പരിഹസിക്കുകയാണ്. പടച്ചവനെ ആരും കാണാതെ സാഹചര്യം നിനക്കൊരുക്കിയിട്ട് നിന്റെ കയ്യിലേക്ക് അവര് പിടിപ്പിക്കുമ്പോ നീ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാനെ പേടിയാ, എനിക്കല്ലാനെ പേടിയാ. പടച്ചവനെ കള്ള് കുടിക്കരുതെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ നബിതങ്ങള് പറഞ്ഞിട്ടുണ്ട്, ആരുടെയെങ്കിലും തൊണ്ടയ്ക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയാൽ അവൻ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവന് കടന്നു പോകില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് പോലും ഇത് ഞാൻ തൊടില്ലടാ, എനിക്കല്ലാനെ പേടിയാ, എനിക്കല്ലാനെ പേടിയാ. ഇങ്ങനെ പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ ചെറുപ്പക്കാരാ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി ഓടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അവളോട് പറയണം, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ, ഇത് വ്യഭിചാരമാ, ഇത് വ്യഭിചാരമാ. പറയാൻ പറ്റുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, പടച്ചവനെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സുലൈഖ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജകുമാരി ഉണ്ടല്ലോ, അണിഞ്ഞുരുങ്ങിയിട്ട് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി വാതിലടച്ചിട്ട് സുലൈഖ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുമോ യൂസുഫേ? ഒരാളും അറിയില്ലടാ, ഒരാളും കാണില്ലടാ, ഈ മണിയറയ്ക്കകത്ത് കിടന്ന് എന്ത് ചെയ്താലും ആരും അറിയില്ല യൂസുഫേ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ രാജകുമാരിയായ പെണ്ണ് യാചിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി എന്താ? ഖാല മഅദല്ലാഹ് സുലൈഖ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. പടച്ചവരെ, യൂസുഫ് നബി അലൈഹിസ്സലാം അതാ ഇറങ്ങി ഓടുകയാണ്. വാതില് തുറന്ന് ഇറങ്ങി ഓടാ നോക്കുമ്പോ സുലൈഖ കേറിയങ്ങ് പിടിക്കുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കമീസ് വലിച്ചു കീറുകയാണ്. അവസാനം തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരില് സുലൈഖ യൂസുഫിനെ പിടിച്ച് ജയിലറയ്ക്കകത്ത് കൊല്ലങ്ങളോളം അടച്ചിടുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ജയിലറയ്ക്കകത്തിട്ട് പ്രതികാരം ചെയ്ത ഈ സുലൈഖാനെ നിനക്കറിയുമോ മോളെ? വർഷങ്ങൾ കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി, ജയിൽ മോചിതനായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി. പടച്ചവനെ, അല്ലാഹു ഹൃദയത്തിനകത്ത് കേറിക്കഴിഞ്ഞാൽ അല്ല കേറിയാ പേടിയാടോ, അല്ല കേറിയാ പേടിയാടോ, തെറ്റ് ചെയ്യാൻ അവന് ഭയമാടോ. പടച്ചവനെ, അതാ ഈജിപ്തിന്റെ ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖാനെ വിവാഹം കഴിച്ചു. പക്ഷേ മണിയറയ്ക്കകത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്,
യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ സഹകരിക്കുന്നില്ല, അവിടുന്ന് വലിയ ഇഷ്ടം കാണിക്കുന്നില്ല. യൂസുഫ് നബി ചോദിക്കുന്നു, സുലൈഖ നിനക്കെന്തു പറ്റി സുലൈഖ, നിനക്കെന്തു പറ്റി സുലൈഖ? അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളല്ലേ സുലൈഖ, ഇന്ന് ഹലാലാ, ഞാൻ നിന്റെ ഭർത്താവാ, നീ എന്റെ ഭാര്യ, നമുക്കെന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, എന്തേ മാറി നിൽക്കുന്നത്, എന്തേ സഹകരിക്കാത്തത്? യൂസുഫ് നബി ചോദിക്കുമ്പോ സുലൈഖ പറഞ്ഞ മറുപടി, യൂസുഫേ അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു, നിന്നോടുള്ള പ്രണയമായിരുന്നു, നിന്നോടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ യൂസുഫേ ഇന്ന് എന്റെ ഹൃദയത്തിനകത്ത് നീയല്ല, നിന്നോടുള്ള പ്രണയമല്ല, നിന്നോടുള്ള ആഗ്രഹമല്ല. ഈ സുലൈഖയുടെ ഹൃദയത്തിനകത്ത് ഇന്ന് ആരാണെന്നറിയോ? അള്ളയാണ് യൂസുഫേ. പടച്ചവനെ, അല്ലാഹു കേറിയാൽ എങ്ങനെയാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് പറയുകയാണ്, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ ഫ്രണ്ട്ഷിപ്പ് വേറെയാണ് മോളെ. എന്റെ ശരീരത്ത് തുടരുത്, ശരീരത്ത് തുടരുത്, ഇത് വ്യഭിചാരമാ, ഇത് വൻപാപമാ. നിനക്ക് പറയാൻ കഴിഞ്ഞ വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്നവരെ കള്ളുകുപ്പി കയ്യിൽ തന്നിട്ട് കുടിക്കാൻ നിർബന്ധിക്കുമ്പോ ഞാൻ കുടിക്കില്ലടാ, ഞാൻ കുടിക്കില്ലടാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാണെന്ന് പറഞ്ഞ നിനക്ക് രണ്ട് സ്വർഗം അല്ലാഹു തരുമെന്ന് മഹാനായ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളൊരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് ഓതുകയാ. ഏത് ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തെന്നറിയോ? ഉമർ തങ്ങൾക്കൊരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങള് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ പണമുള്ളത് കൊണ്ടല്ല, സൗന്ദര്യം കൂടിയത് കൊണ്ടല്ല, ഇവിടത്തെ ഏറ്റവും വലിയ കുടുംബക്കാരന്റെ മകനായത് കൊണ്ടല്ല, പിന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാർ ഇമാമിന് വല്ലാത്ത ഇഷ്ടമാടോ. ഇതുപോലെ ഉമർ തങ്ങളും ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു. കാരണം എന്തെന്നറിയോ? കടത്തിണ്ണയിൽ ഇരിക്കുന്നവനല്ല, റോഡിന്റെ പോസ്റ്റിൽ ഇരിക്കുന്നവനല്ല, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് സ്വലാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിൽ ഒരു നേരമല്ല 5 നേരവും പള്ളിയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഉമർ തങ്ങൾ അവനെ ഇഷ്ടപ്പെട്ടു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. ഈ ചെറുപ്പക്കാരന് ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇരുട്ടുള്ള ഇടവഴിയിലൂടെ, ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ ഒരു പെണ്ണിവനെ നോക്കി വെക്കുകയാണ്, ഒരു പെണ്ണിവനെ നോക്കി വെക്കുകയാണ്. എന്ത് ചെയ്തിട്ടും ഇവനങ്ങ് സമ്മതിക്കുന്നില്ല. ഈ പെണ്ണ് വന്ന് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിൽക്കുകയാ. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വരുമ്പോ, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരുട്ടുള്ള വഴിയിലൂടെ ഈ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ ഈ പെണ്ണ് ഓടി ചെല്ലുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്, ചുടുചുംബനം കൊടുക്കുകയാണ്. ചെറുപ്പക്കാരാ, ആരുമില്ലാത്ത
കാണാത്ത ഇരുട്ടുള്ള ഇടവഴിയാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുവോ? ഒരു സുന്ദരിയായ പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുത്തിട്ട് യാചിക്കുമ്പോ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തേ റബ്ബേ, എന്തിനാണ് കരഞ്ഞതെന്നറിയോ? അല്ലാ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ, ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ, എന്റെ ശരീരത്തൊരു പെണ്ണു തൊട്ടല്ലോ അല്ലാ. ബോധം കെട്ട് വീണടാ ചെറുപ്പക്കാരാ, നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീടുകയാണ്. പെണ്ണോടി രക്ഷപ്പെടുകയാണ്, പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനം യാത്രക്കാരി ചെറുപ്പക്കാരനെ കണ്ടു. അവിടെന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. ഉപ്പാടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനെ കൊണ്ടുവച്ചു. ബോധം വന്നപ്പോ വാപ്പ ചോദിക്കുന്നു, മോനെ എന്തു പറ്റി മോനെ, എന്താണ് സംഭവിച്ചത്? കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ ശരീരത്തൊരു പെണ്ണ് പിടിച്ചു വാപ്പാ, എന്നെ ഒരു പെണ്ണ് ചുംബിച്ചു വാപ്പാ. ഇനി എന്റെ അമലുകൾ സ്വീകരിക്കില്ലല്ലോ, ഞാനിനി നരകത്തിലാണല്ലോ, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഇനി എങ്ങനെ പോകും വാപ്പാ? പൊന്നാര മകനെ വീടിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. വാപ്പയ്ക്ക് പേടിയായടോ, ഇവൻ മരിച്ചു പോകുമെന്ന് പേടിയായടോ. വാപ്പ പറഞ്ഞു, ഇല്ല മോനെ, എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ മോൻ അല്ലാഹുവിനെ പേടിയുള്ളവനാ. ആ പെണ്ണ് ഇങ്ങോട്ട് കയറി പിടിച്ചതാണ്, എന്റെ പൊന്നുമോനൊന്നും ചെയ്തിട്ടില്ല. എന്തു പറഞ്ഞിട്ടും മകൻ അവിടെന്ന് സമ്മതിക്കുന്നില്ല. അവസാനം പറഞ്ഞു, വാപ്പാ, ഖലീഫ ഉമർ തങ്ങളോട് ചെന്നിട്ട് മസല ചോദിക്ക്. പിതാവ് പോകുകയാണ് തന്റെ പൊന്നാര മകന്റെ കാര്യത്തെ കുറിച്ച് മസല ചോദിക്കാൻ. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ല, അവൻ തെറ്റുകാരനല്ല. ഉമർ തങ്ങൾ പറയുമ്പോ പിതാവിന് വലിയ സമാധാനമായി തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്, തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? മരിച്ചു പോയടാ ചെറുപ്പക്കാരാ, നെഞ്ചു പൊട്ടികെട്ട് മരിച്ചു കിടക്കുന്ന മകന്റെ ജനാസയാ. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പടച്ചവനെ? തെറ്റ് ചെയ്തില്ല, പക്ഷേ ഒരു പെണ്ണെന്നെ തൊട്ടുപോയല്ലോ അല്ലാ, ഞാൻ പാപിയായി പോയല്ലോ അല്ലാ എന്ന് പേടിച്ച് പേടിച്ചവിടെന്ന് മരിച്ചു പോയടോ. ഈ ചെറുപ്പക്കാരന്റെ ജനാസ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അവന്റെ കബറിന്റെ തലയുടെ ഭാഗത്ത് ഉമർ തങ്ങൾ ഇരുന്നിട്ട് ഓതുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. 2 സ്വർഗമാടാ ചെറുപ്പക്കാരാ. ആ ചെറുപ്പക്കാരന്റെ കബറിന്റെ ചാരത്തിരുന്ന് പറഞ്ഞു കൊടുത്തു, മോനെ നിനക്ക് 2 സ്വർഗമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഈ നാട്ടിൽ ഒരു പള്ളി സ്വന്തമായിട്ട് കെട്ടിക്കൊടുക്കുന്നവന് സ്വർഗമുണ്ട് ഒരെണ്ണം. വർഷാവർഷം അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുന്നവന് സ്വർഗമുണ്ട് ഒരു സ്വർഗം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഹാഫിളീങ്ങൾക്ക് സ്വർഗമുണ്ട് ഒരു സ്വർഗം. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവനും സ്വർഗമുണ്ട് ഒരു സ്വർഗം. എന്നാൽ അള്ളാഹു ഒരാൾക്ക് 2 സ്വർഗം കൊടുക്കും. കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവൻ, എനിക്കെന്റെ റബ്ബിനെ പേടിയാ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവൻ, വ്യഭിചരിക്കാൻ സാഹചര്യവും അവസരവും കിട്ടുമ്പോൾ എനിക്കെന്റെ റബ്ബിനെ പേടിയാ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവന് 2 സ്വർഗമുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ മറ്റേ സാധനം കുടിക്കാൻ കൊടുക്കുമല്ലോ, കള്ള്. അപ്പൊ എൻ്റെ അടുത്തിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം അമുസ്ലിമാണ്.
അദ്ദേഹം അമുസ്ലിമാണ്. അള്ളാഹുവെ പടച്ചവനെ, ഇങ്ങനെ എല്ലാവരും പേടിച്ചു കുടിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എന്തോ ലിക്കർ എന്തോ വേണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിത് കുടിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം വല്ലതും ഉണ്ടോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിത് ഇഷ്ടമല്ല, ഞങ്ങൾക്കിത് പാപവാ. ആ മുസ്ലിമായ സഹോദരൻ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്കിത് വേണ്ട. എന്നാൽ പടച്ചവനെ, ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ എന്നോട് സലാം പറഞ്ഞ സഹോദരൻ അപ്പുറത്തിരുന്ന് ഒളിഞ്ഞിരുന്ന് അടിക്കുന്നുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ കയറുമ്പോ ഓൻ എന്നോട് സലാം പറഞ്ഞിടോ. അതാ ചില ബിരുദന്മാരങ്ങനെ. ഞാൻ ജോലി ചെയ്ത ഒരു പള്ളിയിൽ ഒരു കടവുദ്ഘാടനത്തിന് വേണ്ടി പിന്നീടൊരു സമയത്ത് കടവുദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ ഒരുത്ത ഓടി വന്ന് മുണ്ടൊക്കെ അഴിച്ചിട്ടിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സിറാജ് ഉസ്താദെ, പ്രസംഗമൊക്കെ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ, ദുആ ചെയ്യണം, കച്ചവട കടയ്ക്ക് ബർക്കത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞു, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അല്ലാഹ് നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നടന്നു പോകുമ്പോ എൻ്റെ കൂടെ വന്നവൻ ചോദിച്ചു, ഉസ്താദെ, അവൻ എന്ത് കടയാന്നറിയാവോന്ന്. എന്ത് കടയാണോ? ഞാൻ സത്യത്തിൽ ചോദിച്ചില്ല. എന്നോട് ചോദിച്ചു, ഉസ്താദെ അവൻ എന്ത് കടയാണെന്നറിയോ? ഞാൻ പറഞ്ഞ അറിയില്ല. ഉസ്താദെ, ലോട്ടറി കടയാ ഉസ്താദെ അവന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവന് ലോട്ടറി കടയായിരുന്നല്ലോ. ഇതാ മനുഷ്യന്മാരുടെ അവസ്ഥ. ഉസ്താദ്, അതാണ് നമ്മള്. ഈ അമുസ്ലിമായ സഹോദരൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കുടിക്കും. ഞാൻ പറഞ്ഞു, കുടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് വീടി വലിക്കുന്നതിന്റെ പുക പോലും എനിക്കിഷ്ടമല്ല, ഇത് കുടിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ഹറാമാ. ഇത് പറഞ്ഞപ്പോ അദ്ദേഹം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കേറുമ്പോ സലാം പറഞ്ഞവൻ എന്ത് ചെയ്യുന്നുണ്ട്? സൈഡ് ചരിഞ്ഞിരുന്ന് അപ്പുറത്തിരുന്ന് അടിക്കുന്നുണ്ട്. ഇതാ കാലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. സാഹചര്യം കിട്ടുമ്പോ ആരും കാണുന്നില്ല, അറിയുന്നില്ല, ഒരൊറ്റ പുക ഒന്ന് വലിച്ചാലല്ലേ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ശരീരത്ത് ഓടി വന്ന ആൺകുട്ടി തൊടുക തെറ്റാണോ? ഇന്ന് തെറ്റാണോ? ഇന്നൊരു തെറ്റുമല്ല. ഇന്ന് അതൊക്കെ എന്ത് തെറ്റ്? ഇന്ന് പിടിക്കലും തൊടലും ഒന്നും തെറ്റായിട്ട് ഇന്നത്തെ സമുദായം കാണുന്നില്ലടോ. അത് പറയുന്നവനെ ഉസ്താദിനെ കളിയാക്കത്തേ ഉള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മളിത് പറയുമ്പോ പെൺകുട്ടികൾ, ചെറുപ്പക്കാർ പറയാം, അങ്ങാർക്ക് കിട്ടാത്തതിന്റെ ആടാന്ന് കളിയാക്കും. എടാ, ഒരു പെണ്ണ് തന്റെ ശരീരത്ത് തൊടുമ്പോൾ, ഞാൻ എൻ്റെ പെൺമക്കളോട് പറയുകയാ, പെൺകുട്ടികളോട് പറയുന്നു, ശരീരത്ത് തൊട്ടിട്ടുള്ള ഒരു ബന്ധവും വേണ്ട. ഒരു അന്യ പുരുഷൻ, ഒരു അന്യ കൂട്ടുകാരൻ നിന്റെ ശരീരത്ത് തൊടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അവൻ നല്ല കൂട്ടുകാരനല്ലെന്നാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സിയാദക്ക എഴുന്നേറ്റ് വാ. നിങ്ങൾ എന്തൊരു പരിപാടി ഇപ്പൊ. ഇന്നലെയും വന്ന് നിങ്ങൾ താഴെ ഇരുന്നു. ഒരു മനുഷ്യൻ വിളിച്ചാ എഴുന്നേറ്റ് പറഞ്ഞു, വാ ഷാദ്. കാഞ്ഞിപ്പുഴ, നിങ്ങൾ പ്രസിഡന്റ് ആയില്ലേ ഇപ്പൊ കാഞ്ഞിപ്പുഴയില്? ആയില്ലേ? സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ, ഞാൻ ജമാഅത്തിന്റെ പ്രസിഡന്റാ, എന്തൊക്കെയോ പ്രശ്നമുള്ളൂ, വിട്ടേക്കട്ടെ എന്ന്. കളഞ്ഞിട്ട് ഇപ്പൊ കളഞ്ഞു. വീണ്ടും കേറിയാ? വേണ്ട, ഇല്ലേ? ഓ വാ, അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാ, അത്ത വന്നിട്ടുണ്ടോ? ആ, അൽഹംദുലില്ലാഹ്. ഈ മനുഷ്യനെ ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടാ. എന്റെ ജീവിതത്തിൽ ഞാൻ ആരെ മറന്നാൽ ഈ ചങ്ങാതി മറക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാഞ്ഞിപ്പുഴ പള്ളിയിൽ എന്നെ വഴുതനി വിളിച്ചു. അവിടെ വഴുതനി വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞ ആളാ. പാവം, അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മുഖത്തുള്ള സന്തോഷം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ ശരീരത്ത് തൊട്ടാൽ, എടാ, അവളുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിപ്പിക്കണം. അവൾ നല്ലവളല്ല. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരീരത്തെ തൊട്ടുള്ള, ആരോടാ പറയണത്? വഴുത് കഴിഞ്ഞ് പോകുമ്പോ ചേട്ടത്തി അനിയന്റെ ബൈക്കിന്റെ മുകളിൽ കയറി എന്ന് പോണ കാലവാ അല്ലേ? ഇതൊക്കെ പറയുമ്പോ, എടാ, ഒരാള് നമ്മുടെ ശരീരത്തെ തൊടുന്നുണ്ടെങ്കിൽ അവര് നല്ലവരല്ല എന്ന് പറയാനുള്ള കാരണം, പെങ്ങളെ, നിന്റെ കൂടെ കൂട്ടുകാരനാണ്, ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് നിന്റെ ശരീരത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ല കൂട്ടുകാരനല്ല, അവൻ നല്ല കൂട്ടുകാരിയല്ല. ഞാൻ പറയാനുള്ള കാരണം എന്തെന്നറിയോ? സിറാജ് വെറുതെ പറഞ്ഞതല്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ,
നിങ്ങൾക്ക് ചരിത്രമറിയുമല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. നബിയും സ്വഹാബത്തും യാത്ര കഴിഞ്ഞ് വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകട്ടെ. മലമൂത്ര വിസർജനം നടത്താൻ അള്ളാന്റെ റസൂൽ അനുവാദം കൊടുത്തു. അതാ ആയിഷ ബീബി ഇറങ്ങി പോവുകയാണ്. ആണുങ്ങൾ മുഴുവനും അവരുടെ വാഹനത്തിന്റെ മുമ്പിൽ നിന്നോ ആയിഷ ബീബി ഇറങ്ങിപ്പോയി. തന്റെ ആവശ്യം കഴിഞ്ഞു തിരിച്ചു വന്ന് വാഹനത്തിന്റെ മുകളിൽ കയറി. അത് കഴിഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു ആണുങ്ങളോട് പോകാൻ. ആണുങ്ങൾ എല്ലാവരും പോയി. ആയിഷ ബീബി തന്റെ കൂടാരത്തിനകത്ത് കയറിയിരിക്കുമ്പോ പെട്ടെന്ന് നോക്കുമ്പോ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീബിക്ക് വല്ലാത്ത പ്രയാസമായി. പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണ്, പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടതാണ്. എല്ലാരും ഉണ്ടല്ലോ. ആയിഷ ബീബി ഇറങ്ങുകയാണ്, മാല തിരഞ്ഞു പോവുകയാണ്. പടച്ചവനെ, എല്ലാവരും വന്ന് വാഹനത്തിൽ കയറി. ആയിഷ ബീബി ഇറങ്ങിപ്പോയതാരും കണ്ടില്ല. പടച്ചവനെ, എല്ലാവരും യാത്ര തുടങ്ങുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അതാ മാലയും കൊണ്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാവരും പോയി കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി ഒറ്റയ്ക്കൊരു സൈഡിലിരിക്കുകയാണ്. അപ്പോഴാണ് സഫ്വാൻ തങ്ങൾ വരുന്നത്. നബി തങ്ങൾ പറഞ്ഞു വിട്ട സ്വഹാബിയാണ്, നീ അവസാനം വന്നാ മതി. കളഞ്ഞു പോകുന്ന സാധനം കൊണ്ടുവരാൻ, നഷ്ടപ്പെട്ടു പോകുന്ന വീണു പോകുന്ന സാധനം എടുത്തു കൊണ്ടുവരാൻ നബി തങ്ങൾ നിർത്തിയ സ്വഹാബിയാണ്. ആയിഷ ഉമ്മാനെ കണ്ടപ്പോ എന്തേ എന്ന് പോലും ചോദിച്ചില്ല. അതാ വാഹനത്തിന്റെ മുകളിൽ കയറ്റി ആയിഷ ബീബിയും സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാ. അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാത്രി മുഴുവനും യാത്ര ചെയ്തിട്ട് പകല് സമയത്താണ് രണ്ടുപേരും കൂടെ മദീനത്തെത്തുന്നത്. രണ്ടുപേരും കൂടെ യാത്ര ചെയ്ത് മദീനത്തെത്തുമ്പോ പടച്ചവനെ രാവിലെ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. പടച്ചവനെ, ആൾക്കാർ നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനായ പെണ്ണും ഒരു ചെറുപ്പക്കാരിയും രണ്ടുപേരും ഒരു രാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്നിരിക്കുകയാ. പിന്നെ കൊടുങ്കാറ്റടിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം. ആയിഷ ബീബിയെയും സഫ്വാൻ തങ്ങളെയും ചേർത്ത് വെച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. കൊടുങ്കാറ്റ് പോലെ മദീന മുഴുവനും അടിച്ചു വീശി. എവിടെ നോക്കിയാലും ആയിഷ, എവിടെ നോക്കിയാലും ആയിഷ. നബിതങ്ങളുടെ ഭാര്യയെ പോലും വെറുതെ വിട്ടിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നല്ലേ ബാക്കിയുള്ളവരുടെ കാര്യം, അത് വേറെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നാട് മുഴുവനും ചർച്ച ചെയ്തപ്പോ നബിതങ്ങൾക്ക് സങ്കടമായി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമായി. നബിതങ്ങൾ ആരോടും മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കരിക്കാൻ പള്ളിക്കകത്ത് കയറും. ഇക്കാമത്ത് കൊടുത്താൽ നിസ്കരിക്കും, സലാം വീട്ടും, നേരെ വീടിനകത്ത് കയറും. ആരോടും മിണ്ടുന്നില്ല. അങ്ങനെ ആരോടും മിണ്ടാതെ വന്നപ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഓരോ സഹാബികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നബിതങ്ങളെ കാണാൻ പോയി. അബൂബക്കർ തങ്ങളെ കാണാൻ പോയി. എന്തേ നബിയെ മിണ്ടാത്തെ? എന്താണ് മിണ്ടാത്തത്? ഉമർ തങ്ങൾ നബി തങ്ങളുടെ മുമ്പിൽ ചെന്നു. എന്തു പറ്റി നബി എന്നോട് മിണ്ടാത്ത? എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഉമറെ, എന്റെ ആയിഷാനെ കുറിച്ച് പറയണത് നീ കേട്ടോ? കേട്ടു നബിയെ. എന്താ നീ പറയണത്? ആയിഷ തെറ്റിയത്തില്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഉമറെ, ഈ നാട് മുഴുവനും എന്റെ ഭാര്യയെ കുറിച്ച് വ്യഭിചരിച്ചെന്ന് പറയുന്നു, ആരോപണം നടത്തുന്നു, നീ എന്തു പറയുന്നു? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കൂല. നബിതങ്ങൾ ചോദിച്ചു, തെളിവുകൾ മുഴുവനും ആയിഷയ്ക്കെതിരാ, എന്തു പറയുന്നു? ഇല്ല നബിയെ, വിശ്വസിക്കൂല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട്? ആയിഷ ബീവിക്ക് തെളിവുകൾ മുഴുവനും എതിരായിട്ട് പോലും നീ എന്തേ വിശ്വസിക്കാത്തത്? അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആരാ? അല്ലാഹ്. അല്ലാഹല്ലേ പറഞ്ഞേ, അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് കിട്ടിയതല്ലല്ലോ. നബിതങ്ങളോട് ചോദിച്ചു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആരാ? അല്ലാഹ്.
അള്ളയല്ലേ പറഞ്ഞേ? എന്നാ അള്ള ഖുർആനിൽ എന്താ പറഞ്ഞത്? വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനില് അള്ളാഹു പറയുകയാ, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യരുത്, അത് വളരെ മോശമായ ഒരു കാര്യമാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാ വസാഅ സബീല, വസാഅ സബീല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല എന്നാ ഖുർആൻ പറഞ്ഞേ. എടോ, ഈ വ്യഭിചാരവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന്, വസാഅ സബീല, ക്വാളിറ്റി ഇല്ല എന്ന് അള്ള പറയുന്നുണ്ട്. അപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാൻ അള്ള പറയുവോ നബിയെ? ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണാണ് ആയിഷയെങ്കിൽ, ആയിഷ തെറ്റ് ചെയ്യുന്നവളാണെങ്കിൽ അവളെ കല്യാണം കഴിക്കാൻ അള്ള പറയുമോ? ഇല്ല. അതുകൊണ്ട് മരിക്കുന്ന കാലം വരെ ഉമർ, ഞാൻ വിശ്വസിക്കില്ല നബിയെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇത്തിരി കുറവാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്തിനാ സഹോദര, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ശരീരത്ത് തൊട്ടോ സ്നേഹബന്ധങ്ങളാകാം, എന്തുമാകാം, അതിനൊരു പരിധിയുണ്ട്. അള്ളാഹു ഹറാമാക്കിയത് ഹറാമ് തന്നെയാ. നമ്മുടെ ശരീരത്ത് തൊടുന്നതും പിടിക്കുന്നതും അതുമായിട്ടുള്ള ബന്ധങ്ങൾ അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്ന സമയം നമ്മൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ നിനക്ക് അള്ളാഹു സ്വർഗം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഖുർആനിലൂടെ അള്ളാഹു സ്വർഗത്തിലാണെന്ന് സന്തോഷ വാർത്ത പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ സ്വഭാവം, അവന് പടച്ചറബിനെ വല്ലാത്ത പേടിയാ, അവന് പടച്ചറബിനെ വല്ലാത്ത പേടിയാ. നമുക്കിന്ന് അല്ലാഹനെ പേടിയില്ലടോ, നമുക്ക് മഖ്ലൂക്കിനെ പേടിയാണ്, നമുക്ക് അല്ലാഹനെ പേടിയില്ല, നമുക്ക് അല്ലാഹനെ പേടിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹു ഹൃദയത്തിനകത്ത് കയറണേ. അല്ല ഹൃദയത്തിനകത്ത് കയറിയാ നിനക്ക് പേടിയാ. കള്ളു കുടിക്കാൻ പേടിയാ, വ്യഭിചരിക്കാൻ പേടിയാ, വീടി വലിക്കാൻ പേടിയാ, ഹറാമ് ചെയ്യാൻ പേടിയാ, എന്ത് തെറ്റ് ചെയ്യാനും നിനക്ക് പേടിയാ. അതുകൊണ്ട് പടച്ചവനെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു പെണ്ണ് ചോദിക്കുന്നു, നന്നാകാ സമയമായില്ലേ, നന്നാകാ സമയമായില്ലേ? നിലവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. നീ കാലാകാലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം, അവൻ അല്ലാഹനെ പേടിയാ, അവൻ അല്ലാഹനെ പേടിയാ. അല്ലാഹുവേ, ആ ഒരു പേടി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? വസ്വാബിരീന അലാ മാ അസ്വാബഹും. പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, ആ മനുഷ്യനുള്ള രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ, എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ, അത് രോഗമാകട്ടെ, അത് പട്ടിണിയാകട്ടെ, അത് ദാരിദ്ര്യമാകട്ടെ, അത് മരണമാകട്ടെ, അത് പ്രയാസമാകട്ടെ, അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ ആ മനുഷ്യൻ പറയും, ഇത് അല്ലാഹുടെ തീരുമാനമാ, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുന്നവനുണ്ടോ, അവന് സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ സ്വഭാവം, അവൻ അല്ലാഹ് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ ക്ഷമിക്കാനുള്ള മനസ്സവനുണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ കാര്യം 6 എണ്ണം. 1, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കൽ.
അള്ളാന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കൽ, ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കൽ, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കൽ, വൽ ഖദരി ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല. 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങളിൽ അള്ളാഹിനെ വിശ്വാസമുണ്ട്, ഖുർആനിൽ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. 6ാമത്തതിൽ മാത്രം വിശ്വാസമില്ല. 6ാമത്തെ കാര്യം എന്താ? നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് നീ വിശ്വസിച്ചാലേ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അവിടെയാണ് തെറ്റുപറ്റിയത്. അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോൾ നമ്മുടെ എല്ലാം പോയി. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും പരീക്ഷണം തരുമ്പോൾ, രോഗമോ ബുദ്ധിമുട്ടോ പട്ടിണിയോ കടമോ മരണമോ തരുമ്പോൾ പറയും, ഉസ്താദേ ഞാൻ സലാത്ത് മജ്ലിസിന് പോകും, മജ്ലിസുന്നൂറിന് പോകും, ഉസ്താദെ ഏത് വഅദിനും പോകും, പള്ളിക്ക് കൊടുക്കും, പാവങ്ങൾക്ക് കൊടുക്കും, തഹജ്ജുദ് നിസ്കരിക്കും, സുന്നത്ത് നോമ്പ് പിടിക്കും, 5 നേരം നിസ്കരിക്കും, എന്നിട്ടും ഇതെനിക്ക് വന്നല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തരുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുകയാണ്, നമ്മൾ കുറ്റം പറയുകയാണ്, നമ്മൾ ആവലാതി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാ അങ്ങനെ പറയുന്നത്? പടച്ച റബ്ബിന്റെ തീരുമാനമല്ലേ, അള്ളാന്റെ തീരുമാനമാണല്ലോ ഇതെല്ലാം. എന്തു വന്നാലും അത് പടച്ച റബ്ബിന്റെ തീരുമാനമാ. എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് സന്തോഷം വരുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഈ ദുഃഖം വരുന്ന സമയത്ത് മാത്രമല്ലേ ഉള്ളൂ? എന്റെ പ്രിയപ്പെട്ടവരെ, ചിലര് പറയുന്നത്, ഉസ്താദെ അള്ളാഹിക്കെന്തോ എന്നോട് വൈരാഗ്യം, അള്ളാഹിക്കെന്തോ എന്നോട് ദേഷ്യം കൂടുതലാ, അതുകൊണ്ട് അള്ളാഹ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ. എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു മക്കളെ തരുന്നില്ലല്ലോ അള്ളാഹ്. എല്ലാവർക്കും അള്ളാഹ് വീട് കൊടുക്കുന്നു, എനിക്കെന്തേ വീട് തരാത്തെ? ഞാൻ ഏത് കച്ചവടം ചെയ്തിട്ട് എന്തേ ഉസ്താദ് നേരെയാകാത്തെ? എത്ര കൊല്ലമായി ഉസ്താദെ സമാധാനമുള്ള ജീവിതം കിട്ടുന്നില്ലല്ലോ. അള്ളാഹിക്ക് എന്തോ ദേഷ്യമാണെന്നാ പലരും പറയുന്നത്. ഒരിക്കലും അങ്ങനെ പറയരുത് സഹോദര, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. അള്ളാഹിക്ക് ആരോടും ദേഷ്യമില്ലടോ, അള്ളാഹുവിന് ആരോടും ദേഷ്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന് ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഒന്ന് അളന്നു നോക്കും. ഇവൻ പറയുന്നത് എന്നെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനാണല്ലോ. നമ്മുടെ ഈമാൻ അള്ളാഹു ഒന്ന് അളന്നു നോക്കും. അള്ളാഹു നമ്മുടെ ഈമാൻ ഒന്ന് അളന്നു നോക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഏറ്റവും വലിയ തെളിവ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെയാണ് അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുന്നത് എന്നതുള്ള ഏറ്റവും വലിയ തെളിവ്, ഇന്ന അശദ്ദന്നാസി ബലാഗ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അബൂജഹലിനെ ആയിരുന്നില്ല, നമ്രൂദിനെ ആയിരുന്നില്ല, കാറൂനിനെ ആയിരുന്നില്ല, ഹാമാനിനെ ആയിരുന്നില്ല. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെയാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കായിരുന്നു. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കുന്നുണ്ടാ? നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ചോദിച്ചാ, മടുത്തു തുടങ്ങിയാ? സമയം എന്താ ഇപ്പൊ? നിങ്ങളെന്താ സമയമായിട്ട് മിണ്ടാതിരിക്കണേ? സുബ്ഹാനല്ലാഹ്, 10:30 ഞാൻ അറിഞ്ഞില്ല. ഞാൻ എപ്പോൾ നിർത്താന്നാ പറഞ്ഞ മക്കളെ? 10:30 നിർത്താന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടായിരിക്കണേ? പറഞ്ഞ സമയം കഴിഞ്ഞു പോയി. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ, അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. വാക്ക് പറഞ്ഞാൽ പാലിക്കണോ? വാക്ക് പറഞ്ഞാൽ പാലിക്കണോ? ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് നിസ്കരിക്കാത്തതിന്റെ പേരിലാണോ? സദക്ക കൊടുക്കാത്തതിന്റെ പേരിലാണോ? വാക്ക് പാലിക്കാത്തതിന്റെ പേരിലാ. അള്ളാഹു കാക്കമാറാകട്ടെ. കരാറ് ലംഘിച്ചതിന്റെ പേരിലാ. 10:30 നിർത്താന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴും വഴുതു പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ എന്ത് വഴുതടോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കുറച്ചുകൂടെ പൊക്കൂടെ? എനിക്കിന്ന് നല്ല ഓട്ടവാ. ഞാൻ ഈ വയത് കഴിഞ്ഞിട്ട് വേണം പത്തനാപുരത്ത് പോകണം. എൻ്റെ ഉമ്മ പത്തനാപുരത്താ. അളിയൻ സർജറി കഴിഞ്ഞ് കിടക്കുക. ഇനി പോയിട്ട് അളിയനെ കണ്ടിട്ട് ഉമ്മാനെ വിളിച്ചുകൊണ്ട് വേണം കിളിമാനൂർ പോകാൻ. നാളെ രാവിലെ കണ്ണൂരും പോകണം. ഇന്ന് രാത്രി ഫുള്ള് ഉറക്കമില്ല സിയാറത്ത. അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ, അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. ഇന്നലെ ഈ ചങ്ങായി കൊണ്ട് വഴി വിട്ടിട്ട് പോയതാ. ഇന്നലെ ഇവിടെ കരുനാപ്പള്ളിയിലെ വയല്. ഇന്നലെ എപ്പോഴാ ഉറങ്ങി വീടെത്തി. ശരി, ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തപ്പോ ഞാൻ പറഞ്ഞേ? എന്താ മക്കളെ പറഞ്ഞേ?
കരാറിന്റെ കാര്യം പറഞ്ഞല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരും. ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹം കൂടുമ്പോൾ. നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഉമ്മ മരിച്ചു. യത്തീമായിട്ടല്ലേ നബിതങ്ങളുടെ വാപ്പ മരിച്ചിട്ടല്ലേ, യത്തീമായിട്ടല്ലേ നബിതങ്ങൾ ജനിച്ചത്. വാപ്പാനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉമ്മാന്റെ പാല് കുടിച്ച് കൊതി തീർന്നോ? നബിതങ്ങൾക്കില്ല. നബിതങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന എല്ലാരും പോയില്ലേ. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ചത് മഹാനായി നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അള്ളാഹിക്ക് നബിതങ്ങൾ ഇഷ്ടമല്ലേ? ആണോ അല്ലേ? ഇഷ്ടമാണോ അല്ലേ? നബിതങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമാണോ അല്ലേ? ഇഷ്ടമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താ? ഖുർആൻ എടുത്ത് നോക്ക്. ഖുർആനിൽ അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവാചകന്മാരുടെ പേര് പറയുമ്പോ അള്ള വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? യാ ആദം, ഏ നൂഹ്, യാ നൂഹ്. എല്ലാ പ്രവാചകന്മാരുടെയും പേര് വിളിച്ചു അള്ളാഹ്. ഖുർആനിൽ അള്ളാഹു പ്രവാചകന്മാരുടെ പേര് പറയുമ്പോ പ്രവാചകന്മാരുടെ പേരാ അള്ള വിളിച്ച്. സിറാജ് എന്ന് വിളിക്കണ പോലെ യാ ആദം, ആദം നബിയെ ആദമേ എന്ന് വിളിച്ചു. നൂഹ് നബിയെ നൂഹേ എന്ന് വിളിച്ചു. ഇബ്രാഹിം നബിയെ ഇബ്രാഹിമേ എന്ന് വിളിച്ചു. എന്നാൽ മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ്, ഏ മുഹമ്മദ് എന്ന് അള്ള വിളിച്ചിട്ടില്ല. ഖുർആനിൽ ഒരു സ്ഥലത്തു പോലും നബിതങ്ങളെ മുഹമ്മദ് എന്ന് സാധാരണ പ്രവാചകന്മാരെ വിളിച്ചതുപോലെ അള്ള വിളിച്ചിട്ടില്ല. പിന്നെ അള്ള വിളിച്ചത് എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിക്കുന്നത് നബിയെ, റസൂലെ, മുസമ്മിലായ നബിയെ, മുദ്ദസിറായ നബിയെ. എവിടെയും അള്ളാഹു ബഹുമാനത്തോടു കൂടിയാണ് നബിതങ്ങളെ വിളിച്ചിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത്രയ്ക്കും സ്നേഹമുള്ള നബിയാണ് അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. അപ്പൊ സ്നേഹം കൂടിയ അള്ളാഹു ഒന്ന് വേദനിപ്പിക്കും. വേദനിപ്പിച്ചിട്ട് അള്ളാഹ് നമുക്ക് സന്തോഷം തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഉസ്താദേ, ഉസ്താദേ എന്താ ബുദ്ധിമുട്ടാ, പ്രയാസമാ, ദുരിതമാ? കാക്കാ, എന്റെ പ്രിയപ്പെട്ട സഹോദര, നീ എന്താ വിചാരിച്ചിരിക്കണത്? കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് ഫെസ്റ്റ് നടന്നു, കേറണമെങ്കിൽ പാസ്സല്ലേ? പാസ് കൊടുക്കണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇവിടെ ഓരോ സ്ഥലത്തും പരിപാടികൾ നടക്കുമ്പോ കേറണമെങ്കിൽ ഫീസ് കൊടുക്കണോ? കൊടുക്കണോ? ലുലു മാളിന്റെ അപ്പുറത്ത് ഫെസ്റ്റ് നടക്കുമ്പോ കാണാൻ പോകുമ്പോ രൂപ 100 കൊടുക്കണോ? കറങ്ങണ സ്ഥാനത്ത് കയറണമെങ്കിൽ പൈസ കൊടുക്കണോ? എല്ലായിടത്തും കയറണമെങ്കിൽ ഫീസ് കൊടുക്കണം. അപ്പൊ അള്ളാന്റെ സ്വർഗത്തിൽ പോകുമ്പോ എന്താ ഓസിന് കയറി പോകാൻ പറ്റുമോ? ഊട്ടിയ അള്ളാന്റെ സ്വർഗം എന്താ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചോദിക്കുകയാണ്, അമ ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. മനിസാബൂസിന് പോകാൻ പറ്റൂല. അള്ളാന്റെ സ്വർഗം വെറുതെ കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല. അതിന് കഷ്ടപ്പാടുണ്ട്, ദുരിതങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. നീ ഖുർആൻ ഓതുന്നവനല്ലേ? അള്ളാന്റെ ഖുർആൻ ഓതുന്നവനല്ലേ? ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? എങ്ങനെയാണ് ഞാനൊരു മനുഷ്യനെ പരീക്ഷിക്കുന്നത്? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് സഹോദരാ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കുമടോ, ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കുമടോ. എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്നറിയോ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഭയം തരികയാ, ഭയം തരികയാ, ഭയം തരികയാ. പേടിപ്പിക്കുകയാണ്, പേടിപ്പിക്കുകയാണ്. മുസ്ലിമേ, നിന്നെ
അല്ലാഹു പേടിപ്പിക്കും സഹോദരാ. എങ്ങനെയാ പേടിപ്പിക്കുന്നത്? പടച്ചവനെ എന്ന് നമ്മളൊക്കെ പേടിച്ച് നടക്കുകയാണ് ഉസ്താദേ. ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ പലതും അവരുടെ കൈകളിലെത്തിക്കഴിഞ്ഞല്ലോ. ഭൂരിപക്ഷം അവരാണല്ലോ. നിയമങ്ങൾ പാസാക്കുകയാണല്ലോ. NRC നടപ്പിലാക്കാൻ പോകുകയല്ലേ. പൗരത്വ ബില്ല് വരുന്നല്ലോ. ഏക സിവിൽ കോഡ് വരുന്നല്ലോ. തലാഖൊക്കെ കഴിഞ്ഞല്ലോ. പടച്ചവനെ ഓരോ നിയമങ്ങൾ പാസാക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും പടച്ചവനെ? നമ്മൾ എന്ത് ചെയ്യും പടച്ചവനെ? നമ്മൾ എവിടെ പോകും ഉസ്താദേ? മുസ്ലിമിനെ പടച്ചവനെ എന്ന് ഭൂതാ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് തകർക്കുകയാണ്. പള്ളിയിലെ ഇമാമിനെ പോലും അവിടെ നിന്ന് കൊന്നുകളയുകയാണ്. പടച്ചവനെ വീഡിയോ പിടിച്ച് ഷെയർ ചെയ്യുകയാണ്. തല്ലിക്കൊല്ലുന്ന വീഡിയോകൾ എടുത്ത് ഷെയർ ചെയ്യുകയാണ്. എന്തിനാ ഭയക്കാര്? താടിയുള്ളവനും തഴമ്പുള്ളവനും ഭയക്കാര്. മുസ്ലിമിനെ ഭയപ്പെടുത്താൻ നോക്കുകയാ. കൊല്ലണ്ടവന് കൊന്നാ പോരെ. എന്തിനാ കൊല്ലുന്ന വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇടോ അവിടെ ഇവിടെയും കത്തിക്കുന്നതും പിടിക്കുന്നതൊക്കെ പരസ്യമായിട്ട് ചെയ്ത് കാണിക്കുന്ന എന്തിനാ? ഭയപ്പെടുത്താൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭയപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അല്ലാഹ് പറയുകയാ, നിന്നെ ഞാൻ പേടിപ്പിക്കും, നിന്നെ ഞാൻ ഭയക്കും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. മുസ്ലിം എന്ന് പറയാൻ പേടിക്കുന്ന ഒരു കാലം നിനക്ക് വരും. അപ്പൊ നീ പറയണം ഞാൻ മുസ്ലിമാണെന്ന്. അപ്പൊ നിനക്ക് ഞാൻ സ്വർഗം തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.